തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പുറത്തു വന്നതോടെ LDF ആകെ തകർന്നു എന്ന് വേണം കരുതാൻ. കാരണം UDF അഭൂതപൂർവമായ ഒരു കുതിപ്പാണ് നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണിച്ചു തരുന്നത്. UDF മുൻപ് പറഞ്ഞതുപോലെ തന്നെ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു സെമി ഫൈനൽ പോരാട്ടമായി തദ്ദേശ തിരഞ്ഞെടുപ്പിനെ കാണുമെന്ന് ആയിരുന്നു. കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ ഭരണപരാജയം അതിൻ്റെ ഏറ്റവും നെറുകയിലാണ്. അഴിമതിയും വിലക്കയറ്റവും ശബരിമല കൊള്ളയും അടക്കം UDF വിജയത്തിന് വളമാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ തരംഗം വ്യക്തമാക്കുന്നത്. കേരളത്തിലെ 140 സീറ്റിൽ ടീം UDF 110 മുകളിൽ സീറ്റുകൾ ലക്ഷ്യം വെക്കുമ്പോൾ UDF മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് 63 സീറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഈ വിഷൻ, അതിനായുള്ള ഒരു തയ്യാറെടുപ്പ് UDF ഒറ്റക്കെട്ടായി കാര്യങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. VD സതീശൻ കൊണ്ടുവന്ന ഈ ഫോർമുല പാർട്ടിക്കുള്ളിലെ തന്നെ ചില എതിർപ്പുകൾ രൂപപ്പെട്ടു എങ്കിലും പ്രതിപക്ഷ നേതാവ് തൻ്റെ വിഷനിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആ ഉറപ്പാണ് കഴിഞ്ഞ തവണ നിലമ്പൂരിൽ കണ്ടതും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടതും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 90 സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് 63 സീറ്റ് പിടിക്കുമെന്നാണ് VD സതീശൻ വീണ്ടും തറപ്പിച്ച് പറയുന്നത്. 60-ലധികം കൂടുതൽ സീറ്റ് കോൺഗ്രസ് പിടിച്ചാൽ ടീം UDF മൊത്തത്തിൽ 110 സീറ്റിന് മുകളിൽ പോകുമെന്നത് തർക്കമില്ലാത്ത കാര്യവുമാണ്. VD സതീശൻ്റെ ഈ വിഷൻ പ്രാവർത്തികമാക്കാൻ ഒരു പ്രയാസവുമില്ല എന്നതാണ് ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ തെളിയുന്നത്. ഈ തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ നിലനിന്നാൽ ഇന്നത്തെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ടീം UDF അടുത്ത തവണ ഒരു സമ്പൂർണ്ണ വിജയം നേടും എന്നുള്ളത് തന്നെയാണ്. ഇവ നമുക്കൊന്നൊരു വിശകലനം ചെയ്തു നോക്കാം. കാസർഗോഡ് ജില്ലയിൽ നിന്ന് തുടങ്ങിയാൽ ഇവിടെ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. 2021 LDF 3-ഉം UDF 2-ഉം NDA 0-ഉമായിരുന്നു എന്നതായിരുന്നു കണക്ക് എങ്കിൽ 2026 ആകുമ്പോൾ പുതിയ സർവേ പ്രകാരം LDF 1-ലേക്ക് ചുരുങ്ങുകയും UDF 4-ലേക്ക് അവിടെ ഉയരുകയും ചെയ്യും. BJP സ്വാധീനമുള്ളൊരു മേഖലയാണ് എങ്കിലും BJPക്ക് ഇവിടെ ഒരു അനക്കവും സംഭവിക്കില്ല. കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ LDF 9, UDF 2, NDA 0 എന്നതായിരുന്നു 2021 കണക്ക് എങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ LDF 4 സീറ്റിലേക്ക് വീഴുകയും UDF 7 സീറ്റിലേക്ക് വളരുകയും ചെയ്യുന്ന കാഴ്ചയാണ്. ഇവിടെയും NDAയ്ക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്നതാണ് സത്യം. വയനാട് ജില്ലയിലേക്ക് വന്നാൽ 3 മണ്ഡലങ്ങളാണ് വയനാട് ജില്ലയിലുള്ളത്. UDF ഈ 3 മണ്ഡലങ്ങളും ഇപ്പോൾ നേടുമെന്നാണ് പറയുന്നത്. നിലവിലിവിടെ UDFന് 2 സീറ്റുകൾ മാത്രമാണുള്ളത്. മാനന്തവാടി ഇപ്പോൾ LDF കയ്യിലാണ്. അത് മുൻപ് കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു. മുൻ മന്ത്രി PK ജയലക്ഷ്മി ആയിരുന്നു ഇവിടെ ജയിച്ചത്. UDFന് മാനന്തവാടി നഷ്ടപ്പെട്ട് എങ്കിലും അത് തിരിച്ചു പിടിക്കുക എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇവിടെയും BJP 0-ൽ തന്നെ തുടരും. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത്. UDFന് കഴിഞ്ഞ തവണ അത്ര നല്ല നില ആയിരുന്നില്ല ഇവിടെ എങ്കിൽ ഇത്തവണ അത് മറികടക്കുമെന്നാണ് UDFൻ്റെ വിലയിരുത്തൽ. 2026 9 സീറ്റുകൾ UDF നേടി കുതിക്കുമെന്നും LDF ഇവിടെ 4 സീറ്റിലേക്ക് ഒതുങ്ങുമെന്നാണ് സർവേ കണക്കുകൾ വ്യക്തമാക്കുന്നത്. BJPക്ക് മറ്റ് ജില്ലകളിലെ പോലെ തന്നെ ഇവിടെയും ഒരനക്കവും സംഭവിക്കില്ല. മലപ്പുറം ജില്ലയിലേക്ക് വന്നാലോ, ഏറ്റവും വലിയ ജില്ല എന്നതിനാൽ 16 നിയമസഭാ മണ്ഡലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഏത് തിരഞ്ഞെടുപ്പിലും UDFന് നിർണായകമായ സംഭാവന ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല.
മുസ്ലിം ലീഗിൻ്റെ സ്വാധീന ജില്ലയായതുകൊണ്ട് തന്നെയാണ് UDFിൻ്റെ ഒരു ശക്തി കേന്ദ്രമായി ഈ ജില്ല മാറുന്നതും. ഈ കഴിഞ്ഞയിടയ്ക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച് ആ മണ്ഡലം കീഴടക്കുകയുണ്ടായി. 15 സീറ്റുകൾ ഇവിടെ UDF നേടുമെന്നാണ് പറയുന്നത്. ഈ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ച സീറ്റ് അടക്കം 15 സീറ്റിലേക്ക് ഇവിടെ UDF ഉയരും. വെറും ഒരു സീറ്റിലേക്ക് LDF ഇവിടെ എത്തുകയും ചെയ്യും. BJPയുടെ സ്ഥിതി പതിവ് പോലെ തന്നെ 0-ൽ നിലനിൽക്കും. പാലക്കാട് ജില്ലയിലേക്ക് വന്നാലോ? ഇവിടെയുള്ളത് 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 10 സീറ്റുകൾ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. 2 സീറ്റ് മാത്രമാണ് UDFിനുള്ളത്. എന്നാൽ 2026-ൽ UDFിന് ഇവിടെ നേട്ടമുണ്ടാക്കാതിരിക്കാൻ കഴിയില്ല എന്നതിനാൽ അവിടെ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇപ്പോൾ തന്നെ UDF ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. UDF ഇവിടെ 8 സീറ്റിലേക്ക് ഉയർന്നു വരും. LDF ആകട്ടെ കഴിഞ്ഞ തവണത്തെ 8-ൽ നിന്ന് 4-ലേക്ക് ഇവിടെ ലോപിക്കുകയും ചെയ്യും. മധ്യകേരളത്തിലേക്ക് കടന്നാൽ തൃശൂർ മുതൽ കോട്ടയം വരെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള നിർണായകമായ മുന്നേറ്റങ്ങളാണ് എക്കാലത്തും UDFിനെ അധികാരത്തിലെത്തിക്കാൻ ഘടകമായിട്ടുള്ളത്. ഈ തൃശൂർ ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. 2021 LDF 12-ഉം UDF 1-ഉമായിരുന്നു എങ്കിൽ കഴിഞ്ഞ തവണ UDFിന് ഒരു കനത്ത തിരിച്ചടിയാണ് തൃശൂർ നൽകിയത്. എന്നാലും ഇത്തവണ 1 എന്നുള്ളത് UDF തൃശ്ശൂരിൽ 8 സീറ്റാക്കി ഉയർത്തുകയും LDF 5-ലേക്ക് തകർന്നടിയുകയും ചെയ്യും. ഇവിടെ BJPക്ക് ഒരു ലോക്സഭാ സീറ്റ് ഉണ്ട് എന്നതിനാൽ തന്നെ BJP ഇവിടെ ഒരു നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെ വന്നാൽ അത് ഏത് മുന്നണിയെ ബാധിക്കുമെന്നതും ഏറെ നിർണായകമാണ്. പക്ഷേ UDFിൻ്റെ ഒറ്റക്കെട്ടായുള്ള നയം ഇവിടെ LDFിനെ തകർച്ചയിലേക്ക് കൊണ്ടുവരികയും BJPക്ക് സാധ്യത എന്ന് പറയുന്ന ഒറ്റ സീറ്റ് ഇല്ലാതാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ മലപ്പുറം പോലെ തന്നെ UDF സ്വാധീനമുള്ള ഒരു ജില്ലയാണ് എറണാകുളം. 14 നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ LDF 5, UDF 9, BJP 0 ആയിരുന്നു എങ്കിൽ ഇത്തവണ LDF വീണ്ടും 3-ലേക്ക് ചുരുങ്ങുകയും UDF അത് 11-ലേക്ക് വളരുകയും ചെയ്യും. ഇവിടെയും BJPയുടെ നില പഴയ സ്ഥിതി തന്നെ. ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ എറണാകുളത്ത് ക്രിസ്ത്യൻ സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJP നടത്തുന്ന നീക്കങ്ങൾ ഒരു പരിധിവരെ അവർക്കൊരു നിലനിൽപ്പിന് വഴിവെച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എങ്കിലും ഇവിടെ BJPക്ക് ഒരനക്കവും സംഭവിക്കില്ല. ഇടുക്കി ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 4 സീറ്റുകൾ LDF നേടുകയും UDF വെറും 1-ൽ ഒതുങ്ങുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തവണ LDF 2-ലേക്ക് വരികയും UDF 3-ലേക്ക് ഉയരുകയും ചെയ്യും. ഇവിടെ കോട്ടയം, ഇവിടെ ആകെ 9 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ തവണ LDF 5-ഉം UDF 4-ഉം എന്നും നിലയിലായിരുന്നു എങ്കിൽ 2026-ലെ തെരഞ്ഞെടുപ്പിൽ LDF 2-ലേക്ക് താഴുകയും UDF അത് 7-ലേക്ക് ഉയരുകയും ചെയ്യും. ആലപ്പുഴ ജില്ല 9 സീറ്റാണ് ഇവിടെയുള്ളത്. 8 സീറ്റ് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയും UDF 1-ൽ മാത്രം കൊണ്ട് തൃപ്തി അടയേണ്ടുകയും വന്നിരുന്നു കഴിഞ്ഞ തവണ. എന്നാൽ 2026-ൽ 5-ലേക്ക് LDF ചുരുങ്ങുകയും UDF കഴിഞ്ഞ തവണത്തെ 1-ൽ നിന്ന് 4 സീറ്റുകളിൽ പിടിച്ച് കുതിക്കുമെന്നതാണ് കണക്കുകൂട്ടൽ. പത്തനംതിട്ട ജില്ല 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഇവിടെ. അതിൽ 5-ഉം LDF ജയിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ. എന്നാൽ ഇത്തവണ UDF ഇവിടെ 5 സീറ്റും തൂത്തുവാരി കുതിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. കൊല്ലത്തേക്ക് വന്നാൽ ഇവിടെ 11 നിയമസഭാ മണ്ഡലത്തിൽ 9 സീറ്റ് ഇപ്പോൾ LDFിൻ്റെ കയ്യിലും 2 സീറ്റ് UDFിൻ്റെ കൈകളിലുമാണ് ഉള്ളത്. എങ്കിലും UDF ആ 2-ൽ നിന്ന് 7-ലേക്ക് വളരുകയും
LDF വെറും 4 ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് 2026 സംഭവിക്കാൻ പോകുന്നത്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തേക്ക് വന്നാലോ? 14 മണ്ഡലങ്ങളാണ് ഇവിടെയുള്ളത്. കഴിഞ്ഞ തവണ 14-ൽ 13ഉം LDF ജയിച്ചപ്പോൾ 1 മാത്രമാണ് UDF കിട്ടിയിരുന്നത്. എന്നാൽ ആ ആധിപത്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF കാഴ്ചവെക്കാൻ അവിടെ കഴിയില്ല എന്നത് തെളിഞ്ഞു കഴിഞ്ഞു. ഇവിടെ LDF വെറും 6 സീറ്റിലേക്ക് വഴുതി വീഴുകയും UDF പഴയ 1-ൽ നിന്ന് 7-ലേക്ക് കുതിക്കുകയും ചെയ്യും. NDA ഇവിടെ 1 സീറ്റ് പിടിക്കുമെന്നാണ് സർവേയിൽ പറയുന്നത്. ആകെ കേരളത്തിൽ 140 സീറ്റിൽ UDF 98 സീറ്റ് പിടിച്ചുകൊണ്ട് 41 സീറ്റിലേക്ക് LDF തകർന്നടിയുകയും ചെയ്യും. പക്ഷേ BJP ഇവിടെ 1 സീറ്റ് പിടിക്കുമെന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊതുവികാരം മുൻനിർത്തിയാണ് ഈ സർവേ ഫലം പൂർത്തീകരിച്ചത്. ഭരണവിരുദ്ധ വികാരവും CPM-ൻ്റെയും നേതാക്കളുടെയും പ്രസ്താവനകളും അവരുടെ നിലപാടുകളുമൊക്കെയും അതിലുപരി സാധാരണ ജനങ്ങളെ പിഴിയുന്ന ഒരു സർക്കാരിൻ്റെ നടപടികളും ശബരിമല കൊള്ളയിൽ സർക്കാരിൻ്റെ പങ്കും LDF നേതാക്കളുടെ കള്ളക്കളിയും കൊറോണ കിറ്റ് അഴിമതിയും വയനാട് ദുരന്ത മേഖലയിലെ തരംതിരിവും ബ്രൂവറി അഴിമതിയും മുഖ്യമന്ത്രി വീണ വിജയൻ്റെ എക്സാലോജിക് അഴിമതിയും മകൻ്റെ പേരിൽ വന്ന ED നോട്ടീസ് മുക്കിയതും ഏറ്റവും അവസാനമായി PM ശ്രീ വഴി കേരള വിദ്യാഭ്യാസ പദ്ധതിയെ BJPക്ക് അടിയറവ് വെച്ചതും ഉൾപ്പെടെയുള്ള അഴിമതികളൊക്കെ മനസ്സിലാക്കിയുള്ള ജനത്തിൻ്റെ പ്രതികരണമാണ് സർവേയിൽ പൊതുവെ പ്രകടമായത്. കേരളം അതിദാരിദ്ര്യ മുക്തി പ്രാപിച്ച സംസ്ഥാനമായുള്ള പ്രഖ്യാപനം അതീവ പരിഹാസത്തോടെ ജനം കണ്ടതാണ്. അതൊക്കെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 ഘട്ടങ്ങളിലായി LDFൻ്റെ ഭരണത്തിൽ ശ്വാസം മുട്ടുന്ന കേരള ജനത ഒരു ഭരണമാറ്റത്തിനായി ഇപ്പോൾ തന്നെ തയ്യാറായി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. UDFൽ ഒരു ശുഭപ്രതീക്ഷ അർപ്പിച്ച് അവർ കാത്തിരിക്കുകയാണ്. ടീം UDF വരും, കേരളം മാറും, അതൊരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തുമെന്നിരിക്കെ ജനം അതീവ പ്രതീക്ഷയോടെ കോൺഗ്രസിലേക്ക് ഇരച്ച് കയറുകയാണ്. ടീം UDF കേരളത്തിൽ ഭരണത്തിൽ കയറുമെന്ന കണക്കുകൂട്ടലിന് ഇപ്പോൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലവും ഇനി വരാൻ പോകുന്ന ജനങ്ങളുടെ ഭരണപക്ഷത്തോടുള്ള പ്രതികരണങ്ങളുമൊക്കെ വ്യക്തമാകുകയാണ്. നമുക്ക് ടീം UDFൻ്റെ ഒരു മുന്നേറ്റത്തിനായി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.